ആ മനുഷ്യനെന്ന് ഒരു ഗോൾ കീപ്പർ മാത്രമായിരുന്നില്ല, ഒരു ജനതയുടെ സ്വപ്നങ്ങളുടെ കാവൽക്കാരൻ കൂടിയായിരുന്നു വൊസീനോ എന്ന കാവൽ മാലാഖ. പതിറ്റാണ്ടുകളായി ഒരു ചെറുദ്വീപ് രാഷ്ട്രം ഹൃദയത്തിൽ സൂക്ഷിച്ച ലോകകപ്പ് മോഹങ്ങൾ കൂടിയാണ്. സ്പെയിനിന്റെ പ്രത്യാക്രമണങ്ങൾ കോപവധയുടെ പ്രതിരോധത്തിൽ കൊടുങ്കാറ്റ് കണക്കെ ആഞ്ഞടിക്കുമ്പോൾ ഗോൾ ബാറിന് കീഴിൽ നിതാന്ത ജാഗ്രതയിൽ വൊസീനോ നിലകൊള്ളുന്നുണ്ടായിരുന്നു. അയാളുടെ ഓരോ സേവുകളും ഒരു കൊച്ചു രാജ്യത്തിൻ്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിരുന്നു. ലോക ഫുട്ബോളിൻ്റെ വിശ്വവേദിയിൽ ആദ്യമായി കളത്തിലിറങ്ങിയ കോപവർദ്ധയ്ക്ക് മത്സരം വെറും 90 മിനിറ്റ് മാത്രമായിരുന്നില്ല. അത് അവരുടെ രാജ്യത്തിൻ്റെ പേര് ലോക ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ എഴുതിവെക്കുന്ന അധ്യായം കൂടിയായിരുന്നു. ആ അധ്യായത്തിൽ തിളക്കമാർന്ന ലിപികളിൽ എഴുതിവെക്കപ്പെട്ട പേര് വൊസീനോ എന്ന കാവൽക്കാരൻ്റേതായിരുന്നു. യൗവനത്തിൻ്റെ വേഗതയല്ല, മറിച്ച് അനുഭവസമ്പത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ കരുത്ത്. ശരീരത്തിന് പ്രായം തോന്നിക്കുമെങ്കിലും മനസ്സെപ്പോഴും സ്വപ്നങ്ങൾ നെയ്യുന്ന യുവത്വത്തിൻ്റേതായിരുന്നു. സ്പെയിനിൻ്റെ താരപ്രഭയ്ക്ക് മുന്നിൽ അയാളൊരു കാവൽക്കാരൻ മാത്രമായല്ല നിന്നത്, സ്വന്തം ജനതയുടെ സ്വപ്നങ്ങളും അഭിമാനവും ചേർത്ത് പിടിച്ച ഒരു കാവൽക്കാരനായിട്ടായിരുന്നു. മത്സരത്തിൻ്റെ അവസാന വിസിൽനാദം മുഴങ്ങുമ്പോൾ സ്കോർ ബോർഡിൽ ഗോൾ രഹിത സമനിലയാണ്. പക്ഷേ ഒരു ചെറിയ രാജ്യത്തിൻ്റെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും തൻ്റെ ചോരാത്ത കരങ്ങൾ കൊണ്ട് സുരക്ഷിതമാക്കിയ ഒരു മനുഷ്യൻ്റെ കഥയാണ് ചരിത്രം രേഖപ്പെടുത്തിയത്. ചില സമയത്ത് ചരിത്രത്തിൽ എഴുതപ്പെടുന്നത് ഗോൾ നേടുന്നവരും അവസരമൊരുക്കുന്നവരും മാത്രമല്ല, ഒരു ജനതയുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഗോൾവല കാക്കുന്നവരുടെ കൂടിയാണ്. അന്ന് കോപവധയുടെ ചരിത്രം രചിച്ചവൻ്റെ പേര് വൊസീനോ എന്നായിരുന്നു.